പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ ജലസംഭരണി തകർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു. തൊഴിലാളിയായ സ്ത്രീയും 2 വയസ്സുള്ള കുഞ്ഞുമാണ് മരിച്ചത്. വാട്ടർ ടാങ്കിനടുത്ത് വിശ്രമിക്കുമ്പോൾ ടാങ്ക് പൊട്ടി വീഴുകയായിരുന്നു. അപകട സ്ഥലത്ത് നിന്ന് VS ഗോകുലുണ്ട്. ഗോകുൽ, അതിദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. എന്താണ് ഉണ്ടായത്? ഏകദേശം 5 അടി ഉയരമുള്ള ഒരു വാട്ടർ ടാങ്കാണ് പൊട്ടി വീണത്. വളരെ ദാരുണമായൊരു സംഭവം. 1 മണിക്കാണ് ഈ സംഭവം പുറത്ത് മറ്റുള്ളവർ അറിയുന്നത്. ഏകദേശം ഒരു മണി, ഏകദേശം 11 മണി 12 മണിക്കായിരിക്കണം ഈ ഒരു അപകടം ഉണ്ടായിരുന്നത്. ഷമേലി, അതോടൊപ്പം തന്നെ 2 വയസ്സ് പ്രായമുള്ള മകൻ സാമിറാം എന്നുള്ളവർക്കാണ് ഈ ഒരു അപകടത്തിൽ ദാരുണമായ മരണം സംഭവിച്ചത്. ഇവർ ഈ ടാങ്കിന് സമീപത്ത് നിൽക്കുമ്പോഴാണ് ഈ ടാങ്ക് പൊട്ടിയത്. അത് 4 ഭിത്തികളും 4 വശങ്ങളിലേക്ക് വീഴുന്ന രീതിയിൽ വലിയ രീതിയിൽ ഇത് പൊട്ടി. ഏറ്റവും അത്ഭുതപ്പെടുന്ന കാര്യം, ഇതിൽ മുഴുവൻ വെള്ളം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഫാം ഉടമ നൽകുന്ന മൊഴി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇത് പൊട്ടി? അതുമാത്രമല്ല, പുതിയ നിർമ്മിതിയാണ്. ഏകദേശം 1 വർഷത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഫാം ആരംഭിച്ചിട്ട് തന്നെ 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അതിന്റെ നടുക്കത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ. നിങ്ങൾ ഇത് അറിഞ്ഞു വന്നതാണോ? അടുത്താണോ സ്ഥലം? എന്താ ഉണ്ടായതെന്നാണ് കരുതുന്നത്? ഒരു പിടുത്തമില്ല. അത് എന്താ വല്ല ബോംബിട്ട് തകർത്ത മാതിരിയുണ്ട് അല്ലേ? കണ്ടാൽ അത് പുതിയൊരു പടവും കാര്യങ്ങളൊക്കെയാണ്. 6 മാസമായിട്ടില്ല. 6 മാസമായിട്ടില്ല. പഴയ പടമാണെങ്കിൽ കുഴപ്പമില്ല. പുതിയ കല്ലാണ്. പുതിയ കല്ലും ഉണ്ടായിരുന്നോ സമയത്ത്? ആ ടൈമിൽ മഴ ചാറിക്കൊണ്ടിരുന്നല്ലേ? ചെറിയ മഴ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ കടന്നിരുന്ന? ഏകദേശം ഈ ബ്ലഡ് ഇല്ലേ, അവിടെ തന്നെ ആയിരുന്നുണ്ട്. ഇത് തട്ടി പൊട്ടിച്ചാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നാണ് എടുത്തത്. ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര നാളായി? ജോലിക്ക് ഇയാളുടെ കൂടെ കൂടിയിട്ട് 1 വർഷമായി എന്നാണ് രതീഷ് പറയണത്. ഇവിടെ വന്നിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു? അതിനെ കുറിച്ച് എന്തെങ്കിലും? അതിൽ രതീഷിനോട് ചോദിക്കുമ്പോൾ അതിൽ വെള്ളം ഇന്ന് നിറച്ചിട്ടില്ല, ഇന്ന് വെള്ളം ഉണ്ടായിരുന്നില്ല, കാര്യമായിട്ട് വെള്ളം ഇല്ല എന്നാ പറഞ്ഞത്. അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. കാണുമ്പോൾ പുതിയ കല്ലുകൾ പോലെയാണ് തോന്നുന്നത്. പുതിയ കല്ലുകൾ കാണാം. പിന്നെ കുറച്ച് ദിവസമായില്ലേ മഴ, അങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ഉറവ് വന്നിട്ടാണോ എങ്ങനെ നമുക്ക് സംഭവിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഷമേലിയുടെ ഭർത്താവ് ഇവിടെ തന്നെ ഫാമിലെ ജോലിക്കാരനാണ്. അദ്ദേഹം പുറത്ത് പോയ സമയത്താണ്, അദ്ദേഹം ഈ ഫാം ഉടമയും പുറത്ത് പോയ സമയത്താണ് ഈ അപകടം ഉണ്ടായത്. പിന്നീട് അത് കാണുന്നത് അവർ തിരിച്ച് വന്നപ്പോൾ മാത്രമാണ്. ഏതായാലും വളരെ ദാരുണമായ സംഭവം. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ സംഭവമൊക്കെ നാട്ടുകാരും പുറത്തുള്ളവരൊക്കെ അറിഞ്ഞത്.